റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDC അതുപോലെ LDC LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. സംഗീത കച്ചേരിയിൽ ആദ്യമായി വയലിൻ ഉപയോഗിച്ചതാര്? മുത്തുസ്വാമി ദീക്ഷിതർ. സംഗീത കച്ചേരിയിൽ ആദ്യമായി വയലിൻ ഉപയോഗിച്ചതാര്? മുത്തുസ്വാമി ദീക്ഷിതർ. പഞ്ചരത്ന കീർത്തനങ്ങളുടെ കർത്താവാര്? ത്യാഗരാജൻ. പഞ്ചരത്ന കീർത്തനങ്ങളുടെ കർത്താവാണ് ത്യാഗരാജൻ. വയലിന് എത്ര കമ്പികളാണുള്ളത്? 4. വയലിന് എത്ര കമ്പികളുണ്ട്? 4. നവരാത്രി കീർത്തനങ്ങൾ ആരാണ് രചിച്ചത്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് നവരാത്രി കീർത്തനങ്ങൾ രചിച്ചത്. കോൺഗ്രസിന് ആദ്യം നിശ്ചയിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. കോൺഗ്രസിന് ആദ്യം നിശ്ചയിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 72. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 72. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം 1896 കൽക്കട്ട. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനമാണ് കൽക്കട്ട 1896. 1907 സൂററ്റ് പിളർപ്പിൻ്റെ കാലത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് ഡോക്ടർ റാഷ് ബിഹാരി ഘോഷ്. 1907 സൂററ്റ് പിളർപ്പിൻ്റെ കാലത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് ഡോക്ടർ റാഷ് ബിഹാരി ഘോഷ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചതാര്? പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന കോൺഗ്രസ് സമ്മേളനം 1905 ബനാറസ്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന കോൺഗ്രസ് സമ്മേളനമാണ് 1905 ബനാറസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ? ആചാര്യ JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ? ആചാര്യ JB കൃപലാനി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനയിതാവ് എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനയിതാവ് എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത്. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 1911 കൊൽക്കത്ത. കേരളത്തിലെ ആദ്യ വ്യക്തി സത്യാഗ്രഹി K. കേളപ്പൻ. കേരളത്തിലെ ആദ്യ വ്യക്തി സത്യാഗ്രഹിയാണ് K. കേളപ്പൻ. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം കോൺഗ്രസ് അധ്യക്ഷനായത് പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം കോൺഗ്രസ് അധ്യക്ഷനായത് പട്ടാഭി സീതാരാമയ്യ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകം ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകം ഹൈഡ്രജൻ. ഏതുതരം വസ്തുക്കളുടെ പ്രധാന പ്രത്യേകതയാണ് പുളിരുചി? ആസിഡുകളുടെ. ഏതുതരം വസ്തുക്കളുടെ പ്രധാന പ്രത്യേകതയാണ് പുളിരുചി? ആസിഡുകൾ. pH മൂല്യം 7ൽ കുറഞ്ഞവ ഏതിനം വസ്തുക്കളാണ്? ആസിഡുകൾ. pH മൂല്യം 7ൽ കുറഞ്ഞവ ഏതിനം വസ്തുക്കളാണ്? ആസിഡുകൾ. മണ്ണിൻ്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അലുമിനിയം സൾഫേറ്റ്. മണ്ണിൻ്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അലുമിനിയം സൾഫേറ്റ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ സൾഫ്യൂറിക് ആസിഡ് മേഘപടലമുള്ള ഗ്രഹമേതാണ്? ശുക്രൻ. അന്തരീക്ഷത്തിൽ സൾഫ്യൂറിക് ആസിഡ് മേഘപടലമുള്ള ഗ്രഹമാണ് ശുക്രൻ. ആമാശയരസത്തിലെ ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയരസത്തിലെ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഗ്ലാസ് പാത്രങ്ങളിൽ ശേഖരിച്ചു വയ്ക്കുവാൻ കഴിയാത്ത ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഗ്ലാസ് പാത്രങ്ങളിൽ ശേഖരിച്ചു വയ്ക്കുവാൻ കഴിയാത്ത ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്.
എല്ലാ പഴവർഗ്ഗങ്ങളിലും അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത്? ബോറിക് ആസിഡ്. എല്ലാ പഴവർഗ്ഗങ്ങളിലും അടങ്ങിയിട്ടുള്ള ആസിഡാണ് ബോറിക് ആസിഡ്. ബേസുകളുടെ രുചി എന്താണ്? ചവർപ്പ് രുചി. ബേസുകളുടെ സാന്നിധ്യത്തിൽ ഫിനോഫ്തലിൻ ഏത് നിറമായി മാറുന്നു? പിങ്ക്. ബേസുകളുടെ സാന്നിധ്യത്തിൽ ഫിനോഫ്തലിൻ ഏത് നിറമായി മാറുന്നു? പിങ്ക്. കേരളത്തിലെ ആദ്യ അണക്കെട്ട്? മുല്ലപ്പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? പീരുമേട്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് പീരുമേട്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പുവച്ചത്? JC ഹാനിങ്ടൺ. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പുവച്ചത് JC ഹാനിങ്ടൺ. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത്? വെൻലോക്ക് പ്രഭു. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭു. ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? ഇന്ദിരാഗാന്ധി. ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി. ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്ന്? 1976 ഫെബ്രുവരി 12. ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1976 ഫെബ്രുവരി 12. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ? മലമ്പുഴ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡനാണ് മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം? ബാണാസുര സാഗർ. ബാണാസുര സാഗറാണ് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി? കബനി. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്ന നദി? കല്ലടയാർ. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാർ. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത്? തെന്മല ഡാം. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് തെന്മല ഡാം. ശ്രീനികേതൻ ഗ്രാമസേവാ കേന്ദ്രം ആരംഭിച്ച വർഷം? 1914. ശ്രീനികേതൻ ഗ്രാമസേവാ കേന്ദ്രം ആരംഭിച്ച വർഷമാണ് 1914. മാർത്താണ്ഡം പ്രൊജക്റ്റിന് വേദിയായ നഗരം? തമിഴ്നാട്. മാർത്താണ്ഡം പ്രൊജക്റ്റിന് വേദിയായ നഗരമാണ് തമിഴ്നാട്. ഇട്ടാവ പദ്ധതി ആരംഭിച്ച വർഷം? 1948. ഇട്ടാവ പദ്ധതി ആരംഭിച്ച വർഷമാണ് 1948. നീലോക്കരിയിലെ പരീക്ഷണത്തിന് വേദിയായ സംസ്ഥാനം? ഹരിയാന. നീലോക്കരിയിലെ പരീക്ഷണത്തിന് വേദിയായ സംസ്ഥാനമാണ് ഹരിയാന. സേവാഗ്രാം ഗ്രാമവികസന പദ്ധതികൾ നടപ്പിലാക്കിയത് ആരാണ്? ഗാന്ധിജി. സേവാഗ്രാം ഗ്രാമവികസന പദ്ധതികൾ നടപ്പിലാക്കിയത് ആരാണ്? ഗാന്ധിജി. ഇന്ത്യയിൽ സാമൂഹിക വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ച വർഷം? 1952 ഒക്ടോബർ 2. 1952 ഒക്ടോബർ 2-നാണ് ഇന്ത്യയിൽ സാമൂഹിക വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും വികസന ബ്ലോക്കുകൾ ആരംഭിച്ച വർഷം? 1963. 1963-ലാണ് ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും വികസന ബ്ലോക്കുകൾ ആരംഭിച്ചത്. സർവോദയ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്? ഗാന്ധിജി. സർവോദയ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാണ് ഗാന്ധിജി. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം? 1998. 1998-ലാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത്? പള്ളിച്ചൽ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ് പള്ളിച്ചൽ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത്? വെങ്ങാനൂർ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് വെങ്ങാനൂർ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്? പോത്തുകൽ, മലപ്പുറം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ, മലപ്പുറം. കേരളത്തിലെ ആദ്യ ബാല പഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരി, എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ബാല പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി, എറണാകുളം. 1972 ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെ? ചിതറ, കൊല്ലം. 1972 ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കൊല്ലം ജില്ലയിലെ ചിതറ. സ്വന്തമായി ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? പെരുമണ്ണ, കോഴിക്കോട്. സ്വന്തമായി ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പെരുമണ്ണ, കോഴിക്കോട്. ശക്തൻ തമ്പുരാൻ എന്ന് വിഖ്യാതനായ കൊച്ചി രാജാവാണ് രാമവർമ്മ. ശക്തൻ തമ്പുരാൻ എന്ന് വിഖ്യാതനായ കൊച്ചി രാജാവാണ് രാമവർമ്മ. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? കുറ്റ്യാടിപ്പുഴ.
മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് കുറ്റ്യാടിപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് ആര്? വൈസ്രോയി കഴ്സൺ. കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് ആര്? വൈസ്രോയി കഴ്സൺ. കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ കായൽ ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ കായലാണ് ശാസ്താംകോട്ട കായൽ.